ഹായ് ദേർ. നമുക്കിന്ന് ചോദ്യം ചോദിക്കാൻ പഠിച്ചാലോ? നോക്കാം. നീ പോകാറുണ്ടോ എന്നെങ്ങനെയാ ചോദിക്കുക? നീ പോകാറുണ്ടോ? ഒരു കാര്യം ചെയ്യാറുണ്ട് എന്നെങ്ങനെ പറയാ? ഇവിടെ നീ പോകാറുണ്ട്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നീ എങ്ങനെയാണ്? യു അല്ലെ? ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയണമെങ്കിൽ അതിനുശേഷം സബ്ജക്റ്റിന് ശേഷം ആരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് വരേണ്ടത്? ബേസ് ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഈ പോകാറുണ്ട്, പോവുക, ഗോ അല്ലെ? യു ഗോ എന്നാൽ എന്താണ്? നീ പോകാറുണ്ട്. ഇനി നീ പോകാറുണ്ടോ? അതൊരു ചോദ്യമാക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവിടെ പോകാറുണ്ട് റിപ്പീറ്റഡ് ആക്ഷൻ ആണ് അല്ലെ? അപ്പോൾ ഐ യു ദേവിയുടെ കൂടെ ആണെങ്കിൽ ഡു ആഡ് ചെയ്യുക. ഹി ഷീ ഇറ്റിന്റെ കൂടെ ആണെങ്കിൽ ഡെസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡു ആഡ് ചെയ്യുക. ഡു. ഓക്കെ. അപ്പോൾ ഡു യു ഗോ? നീ പോകാറുണ്ടോ? ഈസി അല്ലെ? നീ പോകാറുണ്ടോ? ഇനി നീ എവിടെയാണ് പോകാറുള്ളത്? എവിടെ എന്നെങ്ങനെയാ പറയാ? വേർ അല്ലെ? വേർ. അപ്പോ ഈ ഡു യു ഗോന്റെ മുൻപിൽ എന്ത് ചെയ്യാ? വേർ ആഡ് ചെയ്യാ. ഓക്കെ. അപ്പൊ നീ എവിടെയാണ് പോകാറുള്ളത്? വേർ ഡു യു ഗോ? നീ എവിടെയാണ് പോകാറുള്ളത്? ഓക്കെ. ഇനി നീ എപ്പോഴാണ് പോകാറുള്ളത്? എപ്പോൾ എന്നെങ്ങനെ പറയാ? എപ്പോൾ. വെൻ അല്ലെ? വെൻ. അപ്പോ വീണ്ടും നമ്മൾ ഈ ഡു യു ഗോന്റെ മുൻപിൽ എന്താ ആഡ് ചെയ്യാ? വെൻ ആഡ് ചെയ്യാ. വെൻ ഡു യു ഗോ? വെൻ ഡു യു ഗോ? ഓക്കെ. നീ എപ്പോഴാണ് പോകാറുള്ളത്? ഇപ്പൊ ഞാൻ രാവിലെയാണ് പോകാറുള്ളത് എന്നാണെങ്കിൽ ആൻസർ എങ്ങനെ പറയും? ഐ ഗോ ഇൻ ദി മോർണിംഗ്. ഓക്കെ. ഇനി നീ എങ്ങനെയാണ് പോകാറുള്ളത്? നീ എങ്ങനെയാണ് പോകാറുള്ളത്? എങ്ങനെ എന്നെങ്ങനെ ചോദിക്കുക? അവിടെ ഹൗ പ്രോസസ് ആണ് അറിയേണ്ടത് അല്ലെ? അപ്പോ ഹൗ ഡു യു ഗോ? നീ എങ്ങനെയാണ് പോകാറുള്ളത്? ഹൗ ഡു യു ഗോ? ഓക്കെ. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നീ എത്ര ദൂരം പോകാറുണ്ട്? നീ എത്ര ദൂരം പോകാറുണ്ട്? എത്ര ദൂരം എന്നെങ്ങനെയാ പറയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്മൾ എത്രയും പെട്ടെന്ന് വിളിക്കുക കേട്ടോ. ഒന്നും അറിയില്ലാത്തവർക്ക് പഠിക്കാൻ പറ്റിയ ബേസ് മുതൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.